നിങ്ങൾക്ക് മോട്ടോറോള എഡ്ജ് 17 എടുക്കണോ, റിയൽമി 60 പ്രോ എടുക്കണോ, 60 പ്രോ പ്ലസ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്ന കറക്റ്റ് സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം ഇതിൻ്റെ ബിൽഡും അതുപോലെ തന്നെ ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടിലും വന്നിരിക്കുന്നത് മെറ്റാലിക് ഫ്രെയിമും അതുപോലെ തന്നെ സിൽക്കൻ ബേസ് ചെയ്തുള്ള ടെക്സ്റ്ററുള്ള ബാക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടിലും ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ ഗൊറില്ല ഗ്ലാസ് 7 അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മോട്ടോറോള IP68ൻ്റെയും 690ൻ്റെയും പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഈ സാധനത്തിൽ വരുന്നുണ്ട്. റിയൽമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്നത് IP68ൻ്റെയും 69Kൻ്റെയും പ്രൊട്ടക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പം പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലൊക്കെ സാധനം അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത് മോട്ടോറോള എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയ ലൈറ്റ് വെയിറ്റ് ആയ ഒരു ഫോണാണ് സാധനം എന്ന് പറയുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെറും 159 ഗ്രാം മാത്രമാണ്. എന്ന് പറയുന്നത് ഐഫോൺ എയറിനെക്കാട്ടും സാംസങ്ങിൻ്റെ എഡ്ജിനെക്കാട്ടും വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് വരുന്നത് 5.9 mm മാത്രമേ ഉള്ളൂ. അതും ഭയങ്കര കുറവാണ്. ഇത്രയൊക്കെ പറഞ്ഞാൽ നമുക്ക് റിയൽമിയുടെ വെയിറ്റും അറിയാൻ താല്പര്യം ഉണ്ടാകും. റിയൽമിയുടെ പ്രോയ്ക്ക് വരുന്നത് 192 ഗ്രാമും അതുപോലെ തന്നെ പ്രോ പ്ലസിന് വന്നിരിക്കുന്നത് 203 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. ഈ വെയിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര അധികമായ വെയിറ്റ് ഒന്നുമല്ല. സാധാരണയുള്ള ഇപ്പോഴുള്ള എല്ലാ മിക്ക ഫോണുകളുടെയും വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിൽ തന്നെയാണ്. പിന്നെ ഇത്രയും ഒരു വെയിറ്റ് കൂടുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ഉപകാരമുണ്ട്. മോട്ടോറോളനെക്കാട്ടും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ളത് ഈ സാധനത്തിനാണ്. അതുകൊണ്ട് തന്നെ രണ്ടിനും കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കുറേ പേർക്ക് സ്ലിം ഫോൺസുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞതെന്ന് മാത്രം. അപ്പം ഇത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് സ്ലിം ആയ ഫോൺ വേണോ അതോ ബാറ്ററി കൂടിയ ഫോൺ വേണോ വെയിറ്റ് കൂടിയ ഫോൺ വേണോ എന്നുള്ള കാര്യം. ഓക്കെ, ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടിലും വന്നിരിക്കുന്നത് സിൽക്കൻ ടെക്സ്ചറുള്ള ബാക്കാണ് വന്നിരിക്കുന്നത്. റിയൽമിൻ്റെ ക്യാമറ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന കാര്യമായിരിക്കും. വൺ പ്ലസിൻ്റെ ക്യാമറ അതേപോലെ മറിച്ചിട്ട പോലെയാണ് തോന്നുന്നത്. മോട്ടോറോളയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന അതേ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ടെന്ന് മാത്രം. നിങ്ങൾക്ക് ആ ഫോൺ കണ്ടാൽ മനസ്സിലാവും ഇത് മോട്ടോറോള ആണ് എന്നുള്ള കാര്യം. അപ്പം ഡിസൈൻ്റെ കാര്യത്തിൽ ഒന്നും കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമിൻ്റെ രണ്ട് ഫോണിലും വന്നിരിക്കുന്നത് 140 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 1.5K റെസൊല്യൂഷനുള്ള ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ആ ഒരു ഡിഫറൻസ് പറയാൻ പറ്റുന്നത് പ്രോ പ്ലസിൽ വന്നിരിക്കുന്ന കർവ്ഡ് ഡിസ്പ്ലേ ആണ്. എന്നാൽ മറ്റേൽ വന്നിരിക്കുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ സൈസിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. പ്രോ പ്ലസ് എന്ന് പറയുന്നത് 6.8 ഇഞ്ചാണ്, മറ്റേന്ന് പറഞ്ഞാൽ 6.78 ഇഞ്ചാണ്. അതൊരു വലിയ ഡിഫറൻസ് അല്ല, എങ്കിൽ പോലും അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അത് ഞാനൊന്ന് ചൂണ്ടി കാണിച്ചു എന്ന് മാത്രം. ഇനി മോട്ടോറോളയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 1.5K റെസൊല്യൂഷനുള്ള ഒരു ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഇതും ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേന്റെ കാര്യം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആണ്. ആ ഒരു ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പ്രോ പ്ലസിൽ ഒരു കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ പേഴ്സണലി ഞാൻ കർവ്ഡ് ഡിസ്പ്ലേനെക്കാട്ടും എനിക്കിഷ്ടം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. കാരണം എന്ന് പറയുന്നത് കർവ്ഡ് ഡിസ്പ്ലേന്റെ സ്ക്രീൻ ഗാർഡിന് വില കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് വേഗം ഡാമേജ് ആവും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പം എനിക്ക് കുറച്ചും കൂടി താല്പര്യം ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഒരു ഡിഫറൻസ് പറയാൻ പറ്റുന്ന റിഫ്രഷ് റേറ്റിന്റെ കാര്യത്തിലാണ്. റിയൽമിയിൽ 140 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, മറ്റേത് 120 ആണ്. പക്ഷേ അത് അത്ര വലിയമായിട്ട് പറയാനൊന്നുമില്ല. കാരണം എന്ന് പറയുന്നത് ആ 140 Hz റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് ആകെ ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്ത് മാത്രമേ കിട്ടൂ. അല്ലാത്തപ്പം അതും വന്ന് ചെയ്യാൻ പോകുന്നത് 120 ഹെർട്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ കമ്പയർ ചെയ്യുന്നില്ല. ഡിസ്പ്ലേന്റെ കാര്യത്തിൽ രണ്ടും അടിപൊളിയൊക്കെ തന്നെയാണ്. ഏതിൻ്റെ പ്രൊസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ 60 പ്രോയിൽ വന്നിരിക്കുന്നത് മീഡിയടെക്കിന്റെ ഡൈമെൻസിറ്റി 7300 മാക്സ് എന്ന് പറയുന്ന പ്രൊസസറാണ്. അതുപോലെ തന്നെ LPDDR4Xന്റെ റാമും UFS 3.1ന്റെ സ്റ്റോറേജ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കിട്ടുന്ന ആൻറ്റിഡോ സ്കോർ എന്ന് പറഞ്ഞാൽ 1 മില്യൻ്റെ അടുത്തോളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ CPU സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് 87%, GPU സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ 90%. അപ്പോൾ നിങ്ങൾ ഡെയിലി യൂസേജിലൊക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ പെർഫോമൻസ് തന്നെ കിട്ടും. പെം ഡ്രോപ്പോ അങ്ങനത്തെ ലാഗോ തുടങ്ങിയ സാധനങ്ങളൊന്നും എക്സ്പീരിയൻസ് ഇല്ല. സ്മൂത്ത് ആയ പെർഫോമൻസ് തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് കാഷ്വൽ ഗെയിമിങ്ങിനും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയ ഫോണല്ല. നിങ്ങൾ ഗെയിമിംഗ് ആണ് ഈ ഫോൺ എടുക്കാൻ പോകുന്നെങ്കിൽ നിങ്ങൾ ഇത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഈ പ്രൈസ് തന്നെ വേറെ ഫോണുകളുണ്ട്, അതിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ റിയൽമി 60 പ്രോൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 പ്രൊസസറാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ നടന്ന ഫോണിലും അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലും വന്നിരിക്കുന്ന UFS 3.1ന്റെ സ്റ്റോറേജും LPDDR5Xന്റെ റാമാണ് വന്നിരിക്കുന്നത്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല റാമാണ് ഈ സാധനത്തിൽ വന്നിരിക്കുന്നത്. ഇതിന് കിട്ടുന്ന 1.4 മില്യൻ്റെ ആൻറ്റിഡോ സ്കോർ ആണ്. അതേപോലെ തന്നെ 83% സ്റ്റേബിൾ GPU പെർഫോമൻസും 93% സ്റ്റേബിൾ ആയ GPU പെർഫോമൻസും ഈ സാധനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോർമൽ യൂസേജിലൊക്കെ നിങ്ങൾക്ക് സ്റ്റേബിൾ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. ലാഗോ ഫ്രെയിം ഡ്രോപ്പോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യില്ല. ഇതിൽ നിങ്ങൾക്ക് കാഷ്വൽ ഗെയിംസ് ഒക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മറ്റേ ഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗെയിമിംഗ് ഫോണല്ല. അതിനാണ് പ്ലാനെങ്കിൽ വേറെ ഫോണിലേക്ക് പോകുന്നതായിരിക്കും വളരെ നല്ല കാര്യം എന്ന് പറയുന്നത്. ഇനി മോട്ടോറോളയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനും വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 പ്രൊസസറാണ് വന്നിരിക്കുന്നത്. ഇതിനും ആൻറ്റിഡോ സ്കോർ എന്ന് പറയുന്നത് 1.4 മില്യൺ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റാം വന്നിരിക്കുന്നത് LPDDR5Xും സ്റ്റോറേജും UFS 3.1 തന്നെയാണ്. നിങ്ങൾ നോർമൽ യൂസേജിലൊക്കെ നിങ്ങൾക്ക് സ്റ്റേബിൾ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. ലാഗോ ഫ്രെയിം ഡ്രോപ്പോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യില്ല. ഇതിൽ നമുക്ക് കാഷ്വൽ ഗെയിംസ് ഒക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മറ്റേ ഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗെയിമിംഗ് ഫോണല്ല. അതിനാണ് പ്ലാനെങ്കിൽ വേറെ ഫോണിലേക്ക് പോകുന്നതായിരിക്കും വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞു. ഇനി ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിയൽമി 60 പ്രോ പ്ലസിലും അതുപോലെ തന്നെ മോട്ടോറോള എഡ്ജ് 70ലും വന്നിരിക്കുന്നത് സെയിം പ്രൊസസ്സറും അതുപോലെ തന്നെ സെയിം പെർഫോമൻസ് തന്നെയാണ് തന്നിരിക്കുന്നത്. റാമും സ്റ്റോറേജ് എല്ലാം സെയിം ആണ്. അപ്പം ഇത് രണ്ടുപേരും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും ടാലി തന്നെയാണ്. ആകെ ഒരു ഡൗൺ ഗ്രേഡ് വന്നിരിക്കുന്നത് 60 പ്രോയിലാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി വീക്കാണ്. അപ്പം 60 പ്രോ പ്ലസ് അല്ലെങ്കിൽ മോട്ടോറോള എഡ്ജ് 17 ആയിരിക്കും പ്രൊസസ്സറിൽ നല്ലതെന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമി 60 പ്രോയിലും പ്രോ പ്ലസിലും വന്നിരിക്കുന്ന 200 MB മെയിൻ ക്യാമറയും 8 MB അൾട്രാ വൈഡും 50 MB സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. ആകെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 60 പ്രോ പ്ലസിൽ 50 MB 3.5Xന്റെ ഒരു
പെരിസ്കോപ്പ് ക്യാമറ ഈ സാധനത്തിൽ വന്നിട്ടുണ്ട്. ഇനി മോട്ടോറോളയുടെ കാര്യം നോക്കുവാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന 50 എംബിൻ്റെ മെയിൻ ക്യാമറയും 50 എംബിൻ്റെ അൾട്രാ വൈഡും 50 എംബിൻ്റെ സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഇനി ഈ 3 ഫോണിൻ്റെയും ക്യാമറേൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഫോട്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റിയൽമീൻ്റെ ഫോണാണ്. അതുപോലെ തന്നെ ക്വാളിറ്റിയും കുറച്ചും കൂടി നല്ലതുപോലെ റിട്ടേൺ ചെയ്യുന്നത് റിയൽമീൻ്റെ ഫോണായിട്ടാണ്. അപ്പോൾ ക്യാമറേൻ്റെ കാര്യത്തിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് റിയൽമി ആയി. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം നോക്കുവാണെങ്കിൽ റിയൽമി 60 പ്രോയിലും പ്രോ പ്ലസിലും വന്നിരിക്കുന്ന 7000 എംഎച്ചിൻ്റെ ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. മോട്ടോറോളയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന 5000 എംഎച്ചിൻ്റെ ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും 15 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ക്യാമറ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നത് റിയൽമീൻ്റെ ഫോൺ തന്നെയാണ്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമിയിൽ വന്നിരിക്കുന്ന റിയൽമി UI 7 ആണ് വന്നിരിക്കുന്നത്. ഇതിൽ 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ സാധനത്തിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബ്ലോഡ്വെയറും ഗ്ലാൻസും തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഈ സാധനത്തിലുണ്ട്. ഇനി മോട്ടോറോളയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ഹലോ UI എന്ന് പറഞ്ഞൊരു UI ആണ് വന്നിരിക്കുന്നത്. ഇത് 3 ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റും 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സാധനത്തിൽ തരുന്നുണ്ട്. ഇതിലും ബ്ലോഡ്വെയറും ഗ്ലാൻസും തുടങ്ങിയ എല്ലാ കുന്തരണങ്ങളുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടും കണക്ക് തന്നെയാണ്. ഇനി ഇതിന്റെ പൈസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മോട്ടോറോളയിൽ വന്നിരിക്കുന്ന ആകെ ഒരു ഒറ്റ വേരിയന്റ് ആണ് 8GB256 വേരിയന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില എന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ്. പിന്നെ റിയൽമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3 വേരിയൻസ് അവൈലബിൾ ആണ്. അതിന്റെ വില എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് ബാങ്ക് ഓഫേഴ്സുകൾ കിട്ടുന്നതായിരിക്കും. അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3000 രൂപ എല്ലാ വേരിയൻസിനും കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഇനി പ്രോ പ്ലസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിന് 3 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ വില എന്ന് പറഞ്ഞതാണ്. അതിന്റെ കൂടെ ബാങ്ക് ഓഫേഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3000 രൂപ എല്ലാ വേരിയൻസിനും കിട്ടുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ ഏത് എടുക്കണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മോട്ടോറോള എഡ്ജ് 17 ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് കുറച്ചും കൂടി വിലക്കുറവിൽ നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു വാല്യൂ ഫോർ മണി ആയ ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. റിയൽമിന്റെ ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും എന്ന് പറയുന്നത് റിയൽമി കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ മോട്ടോറോളന്റെ അതേ പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. പക്ഷേ പൈസ കൂടുതലാണ്. അപ്പം കുറച്ചും കൂടി നല്ലത് മോട്ടോറോള ആയിട്ടാണ് തോന്നിയത്. പിന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആകെ ചെറിയൊരു ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. ബാറ്ററിയിൽ കുറച്ചും കൂടി വലുതാണ്. പിന്നെ ക്യാമറ ഇച്ചിരി കൂടി വ്യത്യാസമുണ്ട്. ഇനി റിയൽമി 60 പ്രോ ആണ് വെച്ച് നോക്കുന്നതെങ്കിൽ പെർഫോമൻസ് കാര്യത്തിൽ നല്ലൊരു എഡ്ജ് ഉള്ളത് മോട്ടോറോളയ്ക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ പ്രോ പ്ലസിലേക്ക് ചാടണം. അതിലാണ് പെരിസ്കോപ്പും അതുപോലെ തന്നെ ട്രോളായിട്ട് എഡ്ജ് ചെയ്യാൻ പറ്റുന്ന പ്രൊസസ്സർ കിട്ടുന്നത്. പക്ഷേ വില ഭയങ്കര കൂടുതലാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയത് മോട്ടോറോളന്റെ എഡ്ജ് 17 ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.